നമ്മൾ ഇവിടെ ഒരു റിവർ ക്രോസിംഗ് ഉണ്ട്. ഈ റിവർ ക്രോസ് ചെയ്ത് വേണം നമുക്ക് പോവാൻ. ഒരു ചെറിയ റിവർ ക്രോസിംഗ് ആട്ടോ, വലിയ ആഴമുള്ളൊന്നുമല്ല. പക്ഷേ ഷൂസിൽ നിറച്ച് വെള്ളം കയറും. ഏതായാലും ഷൂസ് ഇട്ടുകൊണ്ട് വരേണ്ട ആവശ്യമില്ലായിരുന്നു, ഒരു ചെരുപ്പണ്ടായിട്ട് വന്നാൽ മതിയായിരുന്നു. സ്ലിപ്പർ ഇട്ടാൽ പോരാ, സ്ലിപ്പർ ഒഴുകിപ്പോയി ചിലപ്പം. സാൻഡൽസ് മതിയായിരുന്നു, പക്ഷെ സാൻഡൽസ് വീട്ടിൽ വെച്ചിട്ട് വന്നു. ഞാനിപ്പറ വന്നു, വെർലാൻ ക്രോസ് ചെയ്ത് വരികയാണേ. ഉയർനാടി നൻപനേ ഉന്നൈ തെറിയാതാ. ആ പുള്ളിക്കാരുടെ പേരാണ് ലളിത. പുള്ളിക്കാരുടെ ഡാൻസറാണ്. പുള്ളിക്കാരെ നമ്മൾ സംസാരിക്കായിരുന്നു. ഇവരെല്ലാം കാർവാറിൽ നിന്ന് വന്ന സംഘമാണ്, കാർവാർ സംഘം. അവരൊക്കെ ഓടിപ്പോന്നു. ലളിത നമ്മുടെ ഗൈഡായിട്ട് ഫ്രണ്ട് വരായിരുന്നു. തോട് കണ്ടപ്പോൾ ലളിത തിരിച്ചോടി. ഇതിനെ തിരിച്ചു പോകുന്നത്, അങ്ങ് തിരിച്ചു കയറിപ്പോയി. എല്ലാവരും വരൂ, എല്ലാവരും വരൂ. ഉമ്മാർ അവിടെ നിന്ന് വീഡിയോ എടുത്തോണ്ടിരിക്കും, ആരും വരുന്നില്ലെന്ന് തോന്നുന്നു. ഈ വഴിയാണ് നമുക്ക് പോകേണ്ടത്. റെഡിയാണോ? ആടിക്കോ. വിഷ്ണു ഊഞ്ഞാലാടുന്നു. പിന്നെ ഗൈഡ് വരുന്നു. മാറാൻ എഴുന്നേക്കാൻ. എഴുന്നേക്കടാ. ഇവിടെ ഒരു വലിയ റിവറാണ് കേട്ടോ. ഈ റിവറിന്റെ കരയിൽ കൂടെ നമ്മൾ പോകുന്നത്. ഇതെനിക്കൊന്ന് ദൂസാഗർ വാട്ടർഫോൾ എന്ന് വരുന്നുള്ള ഇത് എന്ന് തോന്നുന്നു. ഈ റിവറിനെ നമ്മൾ ക്രോസ് ചെയ്യും കുറച്ച് അപ്പുറം ചെന്നിട്ട് ഒരു ബ്രിഡ്ജ് വഴി. ഈ റിവറിനെയാണ് ക്രോസ് ചെയ്യാൻ തോന്നുന്നത്. ഒരു ബ്രിഡ്ജ് ഉണ്ട്. സോ ഇറ്റ് മസ്റ്റ് ബി ഫോർ ക്രോസിംഗ് ദിസ് റിവർ. ഇതിന്റെ കരയിൽ കൂടെയാണ്, ഇത് പാരലായിട്ടാണ് നമ്മളിപ്പോൾ ട്രക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ദൂസാഗർ തടാകം. ഏത് വകയല്ലേ ഇത്? ചുമ്മാ വെള്ളം കെട്ടി കിടക്കുന്ന, പക്ഷെ രസമുണ്ടല്ലേ കാണാൻ. അതെ, മുട്ടക്കൊക്കെ കൊതുകിനൊക്കെ മുട്ടയിടാൻ പറ്റിയ സ്ഥലം. ഇതങ്ങ് ഒഴുകിപ്പോവും, താഴോട്ട് ഒഴുകിപ്പോവും വെള്ളം. അതെ, നമ്മുടെ ഗൈഡണ്ണനെ കാണാനല്ല, ഗൈഡണ്ണൻ കുട മറന്നു വെച്ചിട്ട് പുള്ളി അതെടുക്കാൻ വേണ്ടി ചെക്ക് പോസ്റ്റേക്ക് വീണ്ടും പോയേക്കും. നമുക്കല്ലെങ്കിൽ പിന്നെ വലിയ പ്രയോജനം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നേരെ നടക്കാന്ന് വിചാരിക്കും. ഗൈഡിലെങ്കിലും നമുക്ക് പോവാം, വെറുതെ പൈസ കൊടുത്ത്. പിന്നെ നമുക്ക് ആലോചിക്കാവുന്ന വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തായാലും പൈസ കൊടുത്തല്ലേ, അതുകൊണ്ട് മുതലാക്കാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യണോ അതോ പോകണോ, എന്ത് ചെയ്യുന്നു പറയുന്നു? നമുക്ക് പോവാം. അപ്പൊ ഓക്കെ, പോവാം. ഇപ്പൊ നമ്മുടെ ഗൈഡായിട്ട് വിഷ്ണു ആണ് ഫ്രണ്ടിൽ പോകുന്നത്. ഗൈഡ് വിഷ്ണു. വഴി അറിയില്ലെന്നുള്ളൂ ആണോ? ഓ, ഗൈഡ് ആയതുകൊണ്ട് വഴി തെറ്റത്തില്ല. ഇപ്പോ കുറച്ച് കയറ്റമായി. നമ്മൾ മേലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റിവറിൻ്റെ അടുത്ത് നമ്മൾ ദൂരോട്ട് പോയി. റിവർ താഴെയാണ്. നമ്മൾ ഈ മല കയറി ഇറങ്ങണം തോന്നുന്നു, ഈ സൈഡിലോട്ടുള്ളത്. ഓ, ഇവിടെ ഒരു ഓപ്പൺ ഏരിയ കേട്ടോ. ഇവിടെ പുൽമേടായി. യു സി, ഹയർ ആൾട്ടിറ്റ്യൂഡ് പുൽമേടുണ്ട്. ഇവിടെ ആളുകൾ നിന്ന് റീലെടുക്കുമോ എന്തൊക്കെയോ ചെയ്യോ എന്തൊക്കെയാണ്. ദിസ് ഈസ് എ റെസ്റ്റിംഗ് സ്പോട്ട് ഇൻ ദ മിഡിൽ. ഇവിടെ ഇച്ചിരി അരുവി പോലെ ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് ഇച്ചിരി വെള്ളം കുടിക്കാൻ പറ്റുമെങ്കിൽ നോക്കാം. ഇപ്പോൾ ഒരു ഭയങ്കര പ്ലെയിൻ ഏരിയ ആട്ടോ ഇവിടെ. ഇവിടെ കുറേ പേരൊക്കെ റെസ്റ്റ് എടുക്കുന്നുണ്ട്. ഇപ്പം എത്ര കിലോമീറ്റർ ആയെന്ന് ഒരു അറിവില്ല. നമുക്ക് ഗൈഡെണ്ണം വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതേപോലെ പോയി കിടന്ന് വെള്ളം കുടിക്കുന്നതിൻ്റെ വീഡിയോ എടുക്കാം കേട്ടോ. നമ്മളങ്ങനെ ആ കൊടുങ്കാടിയിൽ നിന്ന് ഇറങ്ങി ഒരു റോഡിലെത്തിയിരിക്കുകയാണ്. ഒരു മണ്ണൊക്കെ ഇട്ട റോഡ്. ബാക്കിൽ കുറച്ച് ആൾക്കാർ വരാമെന്ന് കാണിച്ചു. ബാക്കിൽ കുറേ ആൾക്കാർ വരുന്നു, ഫ്രണ്ടിൽ കുറേ പേര് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ വണ്ടിയൊക്കെ പോകുന്നുണ്ട്. ജീപ്പ് പോകുന്ന വഴിയാണ് നമ്മുടെ ഗൈഡെണ്ണം പറഞ്ഞത്. മാക്സിമം സ്പീഡ് ലിമിറ്റ് 20 km/h ഉള്ളൂ. അപ്പം മഴയൊക്കെ മാറി നല്ലൊരു കാലാവസ്ഥയല്ലേ, വലിയ ക്ഷീണമില്ല, ഒന്നുമില്ല, നല്ലൊരു പ്ലസന്റ് ക്ലൈമറ്റ്. അതെ, ഇവിടെ ഒരു ചെറിയൊരു റിവർ ക്രോസിംഗ് പോലെ നമുക്ക് അവിടെ ഒരു വെള്ളച്ചാട്ടം സൗണ്ട് പോലെ കേൾക്കുന്നുണ്ടോ? ഉണ്ടല്ലേ. ചിലപ്പോൾ അത് ക്രോസ് ചെയ്യണമായിരിക്കും. ഇതാ നമ്മൾ മുമ്പേ കണ്ട റിവറായത്. മുമ്പേ നമ്മൾ റിവറിന് പാരലായിട്ടല്ല നടന്നു വന്നേ, ആ റിവറായത്. ഇത് നടന്ന് ക്രോസ് ചെയ്യാൻ പറ്റില്ല. മിക്കവാറും പാലം കാണും. ഒരു ചെറിയൊരു പാലം കയറാൻ പറഞ്ഞു. ഇവിടെ ചെറിയൊരു പാലം പോലെ ഉണ്ട്. അതുവഴി പൈപ്പ് ഇട്ടിട്ടുണ്ട്. പൈപ്പ് കൂടെ വെള്ളപ്പുറത്തുനിന്നല്ലേ. ഇവിടെ കുറെ ഉരുളങ്കല്ലുകളുണ്ട്. സോ വി കോൾ ദിസ് ദ പെബിൾ ബ്രിഡ്ജ്. നമ്മൾ പെബിൾ ബ്രിഡ്ജിൽ എത്തിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു സ്ഥലപ്പേരില്ല. നമ്മൾ ഇന്നലെ എവിടെ ഗോവയിൽ പോയപ്പോൾ അവിടെ പെബിൾ ബീച്ച് ഉണ്ട്. അതുകൊണ്ട് വിഷ്ണു ഇട്ട പേരാണ് പെബിൾ ബ്രിഡ്ജ്. അതെ, നാളെ മുതൽ വിഷ്ണു ഇവിടെ ഒരു ചെറിയ കട ഇട്ടിട്ട് മാഗി, ചായ, കോഫി സാധനങ്ങളൊക്കെ റേറ്റ് കൂട്ടിയിരിക്കുന്നത്. നമ്മൾ നടന്ന് ഒരു വലിയ പുഴയിലെത്തി. ഇപ്പൊ ഇവിടെ ആൾക്കാരെല്ലാം വിശ്രമിക്കാതിരിക്കുന്നുണ്ട്. അപ്പൊ വിഷ്ണു എന്തോ പറയാനുണ്ട്. എന്താ വിഷ്ണു പറയാനുള്ളത്? ഇല്ലേ? ആ, അപ്പൊ സാറല്ലേ രണ്ടമ്മയോ? ഇവന്റെ അമ്മ.
സത്യം നമ്മുടെ ഗൈഡ് ചേട്ടൻ പറയാ പയ്യെ പോ, ഇത്ര ധൃതി പിടിച്ച് ആരെ കെട്ടിക്കാൻ പോവാ. പുള്ളിക്ക് മടുത്തെന്ന് തോന്നുന്നു അല്ലേ? ആദ്യമായിട്ട് ഒരു ഗൈഡിന്റെ വായി ഇങ്ങനെ കേൾക്കുന്നത് അല്ലേ? നരസിംഹപുരത്തിലൊക്കെ പോയപ്പോ പുള്ളി പറയുന്നത് വേഗം വാ പുള്ളിക്ക് പോയിട്ട് വേഗം ബെർലിനായിരുന്നു. ഇപ്പൊ പുള്ളി പറയാം ആരാംസെ ജാവും, എന്തിനാ ധൃതി പിടിച്ച് പോയത്. വേറൊരു വെള്ളച്ചാട്ടമല്ല ചെറിയൊരു അരുവി. ഷൂവില് ഫുള്ള് വെള്ളമായി. ഇവിടൊക്കെ ചെറിയൊരു വെള്ളമുണ്ട്, റിവർ ക്രോസിംഗ് ഉണ്ട്. അവന്മാർ രണ്ട് ഫ്രണ്ടിൽ നടന്നു പോകുന്നുണ്ട്, നമുക്ക് വരച്ചിട്ട് പിടിക്കാം. ഫോറസ്റ്റിന്റെ കോഷൻ ഡ്രൈവ് വിത്ത് കയറി. ഇവിടെ വണ്ടിയൊക്കെ വന്നിട്ട് ഇത്രയും മൃഗങ്ങളൊക്കെ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. വൈൽഡ് ലൈഫ് ക്രോസിംഗ് ഉണ്ടെന്ന്, പക്ഷേ നമുക്കറിയില്ല. നമുക്ക് ആകെ കാണുന്ന 2 ജീവികൾ, ഇവർ രണ്ടുപേരുമാണ്. ഇവിടെ 3 വഴിയുണ്ട് കേട്ടോ. ലെഫ്റ്റ് കുറേ പേരുണ്ട്, നേരെ ഒരു വഴിയുണ്ട്. എല്ലാം ഒരേ സ്ഥലത്തോട്ട് എത്തുന്നുണ്ട്, കുഴപ്പമില്ല. ആരും വരാത്ത വഴി കൂടെ ഞാൻ വന്നു. ലെഫ്റ്റിൽ നിന്ന് കുറേ പേര് വരുന്നുണ്ട്, റൈറ്റിൽ നിന്നും കുറേ പേര് വരുന്നുണ്ട്. ആരും വരാത്ത വഴി കൂടെ ഞാൻ വന്നു. ബാക്കി ട്രക്കിംഗ് വിഷയങ്ങൾ അടുത്ത എപ്പിസോഡിൽ. ഓക്കെ, ബൈ.